ഗൈസ്, വെൽക്കം ടു മൈ വെറുപ്പിക്കൽ വ്ളോഗ്. ഇത് ഞാൻ ബോറ മാർക്കറ്റിൽ പോയി വെറുതെ എൻ്റെ പൈസ കുറച്ചധികം പൊട്ടിച്ച് കളഞ്ഞ ഒരു ചെറിയ വലിയ വ്ളോഗാണ്. വെറുതെ അവിടെ തന്നെ തിരിഞ്ഞ് നടക്കണം. ഞങ്ങളെ കണ്ണട വെച്ച് ചേട്ടൻ വിളിച്ചിട്ട് വായോ 2 ചീസ് വെച്ച് നോക്കുന്നിട്ട് ആളുടെ ബിസിനസ് ടാക്ടിക്സ് ഞങ്ങളുടെ ഇറക്കി. അപ്പോൾ തന്നെ അത് കഴിച്ചപ്പോൾ ഞങ്ങൾ സൂപ്പർ ഞങ്ങൾ അടുത്ത ഷോപ്പിൽ പോയി. എൻ്റെ മൂറുണ്ടെന്ന് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ ചേച്ചിനെ കണ്ടത്. എനിക്കാണ് അതിനെ കണ്ടപ്പോൾ ഭയങ്കര ആരാധന തോന്നി. വലുതാവുമ്പോൾ അങ്ങനെയാണ്, അയ്യോ വലുതാവാനില്ല, എന്നാലും എൻ്റെ അമ്മ അങ്ങനെ സമ്മതിക്കില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഒരു ചീസ് കേക്ക് കണ്ടു. അപ്പോൾ അത് കഴിക്കാൻ പോയപ്പോഴാണ് അതെന്താ മാംഗോ പാഷൻ ഫ്രൂട്ട് ചീസ് കേക്ക് ആയിരുന്നു. അത് ഞാൻ എടുത്തിങ്ങനെ ഭയങ്കര സ്ലോ മോഷനിൽ ഇങ്ങനെ എടുത്ത് വായിൽ വെച്ചപ്പോൾ നല്ല ഫ്ലോപ്പ് ടേസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ അടച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കി. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ അവിടെ കുറേ കേക്കും കുറേ ഡെസേർട്സും അങ്ങനെ കുറേ മധുരം സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ ഉണ്ടായി. ഒന്നും മേടിച്ചില്ല. നമ്മൾ ഭംഗി കണ്ട് ഒന്നിലും വീഴരുത്. നേരത്തെ കഴിച്ച എല്ലാ ഫ്ലോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ തിരക്കിനെല്ലാം അങ്ങോട്ടും നടന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ അടുത്ത ഐറ്റത്തിലേക്ക് എത്തി. ഇതിങ്ങനെ കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് ലണ്ടനിൽ എന്തൊക്കെ കൊത്താൻ സാധനം എന്നൊക്കെ പറഞ്ഞു. ബീഫിൻ്റെ ആയിട്ടാണ് എനിക്ക് താല്പര്യം ഉണ്ടായില്ല. എൻ്റെ അപ്പോൾ താല്പര്യമുള്ള ഒരാളുണ്ടായി. എന്നാൽ പിന്നെ ഒരെണ്ണം മേടിച്ചാൽ ട്രൈ ചെയ്തൊക്കെ. അവിടെ അത്യാവശ്യം ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ ടൈം ആയപ്പോൾ ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ അവിടെ പോയപ്പോൾ അവൻ അക്ഷയത്തെ ചേച്ചിയുടെ പോലെയാണ്. ഒരു 10,000 ചോദ്യം, അത് വേണം ഇത് വേണം, ഇതിലാണെങ്കിൽ ഇത് വേണം, അതിനാണ് ഇതാണ്. ഞങ്ങൾ ലാസ്റ്റ് ഒന്നും വേണം. ഞങ്ങൾ ഉള്ളിൽ അളവൊക്കെ എടുത്തു. എന്നിട്ട് സ്പെഷ്യൽ സോസും സാധനങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ അതൊക്കെ വെച്ചിട്ട് 2 ബ്രെഡ് കൊടുത്തു. അപ്പുറത്ത് രണ്ട് സൈഡ് 2 സോസ് വയ്ക്കാനാണ് സ്പെഷ്യൽ സോസ്. അപ്പോൾ എന്നിട്ട് അത് 2 സൈഡും വെച്ചിട്ട് കുറച്ച് ഗിർക്കിൻസും പിന്നെ കുറച്ച് ചീസും പിന്നെ കുറച്ച് ക്യാബേജും പിന്നെ കുറച്ച് ഉപ്പിട്ട് പുഴുങ്ങി കുറച്ച് ബീഫും വെച്ചിട്ട് സാധനം കിട്ടും. എനിക്ക് കണ്ടപ്പോൾ എന്നെ ചടച്ചു. അവൻ ആൾക്കാരോടുള്ള വർത്താനും പിന്നെ അവൻ്റെ പ്രസൻറ്റേഷൻ അവൻ്റെ സ്പീഡൊക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് ആ കട്ട് ചെയ്ത ബീഫിനാണപ്പോൾ ഞാൻ ബീഫ് കഴിക്കാത്തോണ്ടായിരിക്കും. അപ്പോൾ ബീഫ് കഴിക്കണം ആളുടെ കൊടുത്തിട്ട് എന്താ അവസ്ഥ നോക്കാലോ. അവനത് കൈ കിട്ടിയ പാടെ മാക്കുന്നത് തിന്നോളി. തിന്നിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല, ഒന്നുമില്ല. അത് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അവനത് കിട്ടിയത് നല്ല പുലിവായിക്കണം, മുഴുവൻ തിന്നു. ഇവൻ ഈ കഴിക്കാൻ വേണ്ടി എനിക്ക് വെച്ചിട്ട് ഞങ്ങൾ അടുത്തത് ഇൻ്റെ ഐറ്റം പിടിക്കാന്ന് വെച്ചു. വേൾഡിൽ തന്നെ ലണ്ടനിൽ ഏറ്റവും ഫേമസ് എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും അറിയാം ഈ സ്ട്രോബെറി ചോക്ലേറ്റ്. ഇങ്ങനെ എനിക്ക് പറയുമ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ അടുത്ത് ട്രൈ ചെയ്തതാണ് സ്ട്രോബെറി ചോക്ലേറ്റ്. എനിക്കത് കഴിച്ചപ്പോൾ തോന്നിയത് അവിടെ കഴിച്ചതിൽ ഏറ്റവും മുതലായ ഐറ്റം അതാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ സ്ട്രോബെറിയിലാണ് കാര്യമായിരിക്കണം. പറയുമ്പോൾ അപ്പോൾ അതിലാകെ ഇൻഗ്രീഡിയൻസ് പറയാൻ ആകെ സ്ട്രോബെറിയും കുറച്ച് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. ആ സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പോലെ പേട്ട് സ്ട്രോബെറി അല്ല. അതിങ്ങനെ ഭയങ്കര ജ്യൂസിയാണ്, ഭയങ്കര ഫ്രഷും ഇങ്ങനെ ക്രഞ്ചും അങ്ങനെയൊക്കെയാണ്. സ്ട്രോബെറി അതുവരെ തോന്നില്ല കഴിക്കുമ്പോൾ. അങ്ങനത്തെ സ്ട്രോബെറി അങ്ങനെ ഞങ്ങൾ കഴിച്ചതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും ഇനി എന്താ കഴിക്കാൻ നോക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ തേരാപ്പാരം നടന്നപ്പോഴാണ് ഞങ്ങൾ കണ്ടില്ലൊരു സാധനം പെട്ടത്. എൻ്റെ ഫേവറേറ്റ് ഐറ്റമായ ബർഗർ. അതിൻ്റെ ഉമ്മർത്ത് ഇങ്ങനെ വെള്ളത്തിൽ നിന്നപ്പോൾ ഞങ്ങൾ മോറും കണ്ട ആൾക്ക് മനസ്സിലായി ഇത് നാടനായിട്ടുള്ള. അപ്പോൾ തന്നെ ആളോട് ചോദിച്ചു വേറെ ഹാഷ് സ്മാഷ് എന്നാണ് കടയുടെ പേര്. അവിടെ കുറേ ടൈപ്പ് ഇങ്ങനെ ബർഗർ ഉണ്ട്. എന്താ മാഷ്ഡ് ബർഗർ, ബീഫ് ബർഗർ, മറ്റേ ബർഗർ, മറിച്ച ബർഗർ. ഞങ്ങൾ എടുത്തത് ഫ്രൈഡ് ചിക്കൻ ബർഗർ ആയിരുന്നു. അത് 12 പൗണ്ടാണ്. 11 പൗണ്ട് വിത്തൗട്ട് ചിപ്സും 1 പൗണ്ട് എക്സ്ട്രാ നമുക്ക് ചിപ്സ് കിട്ടും. 1 പൗണ്ടിന് ചിപ്സ് നമ്മൾ വെറുതെ വിടാൻ പാടില്ലല്ലോ. ആദ്യം ചെന്നപ്പോൾ കഴിച്ച സാധനങ്ങളൊക്കെ ഫ്ലോപ്പ് ആയെങ്കിലും പിറ്റി പോകാൻ നേരത്തെ കഴിച്ച 2-3 ഐറ്റംസ് നല്ലതായിരുന്നു. നല്ലൊരു ബർഗർ കഴിച്ച് പോരാൻ പറ്റി. എൻ്റെ പുലിവിൻ്റെ മൂത്താണ്ട് എനിക്ക് മനസ്സിലാവും. ഇതിനെപ്പറ്റി പറയാൻ തന്നെ ഒരു താല്പര്യമില്ല. എന്താ ഇതിനെപ്പറ്റി പറയാം? ഇത്രയും പൊട്ടൊരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഇതിപ്പോൾ ചിലർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അമ്മാതിരി പ്രൊമോഷനാണ് പറയുന്നത്. ഇത് മേടിക്കുന്നത് അടിപൊളിയാണ്, അതാണ് ഒരു മൊത്തം കടല അതിലിട്ട് വേവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കക്ക, ക്രാബ്, പിന്നെന്താ ഫിഷ്, മറ്റേത് മറിച്ചത്, അങ്ങനെ എന്തൊക്കെയാണ്. അങ്ങനെ അത് മേടിച്ച് ഒരു സ്പൂണിൽ കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അത്രയും ഫ്ലോപ്പ്. ഇനി അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ 1 മണിക്കൂറൊക്കെ നിന്നിട്ട് 10 പൗണ്ട് എടുത്ത് മേടിച്ച സാധനമാണ്. അപ്പോൾ ഞങ്ങൾ പറ്റിച്ചാണ്ട് പോലെയാണ് ആളെ മൊത്തം കാണുന്നത്. ആ വിഷമത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തൊട്ടപ്പുറത്ത് മിഠായി കട കണ്ടപ്പോൾ അവിടെ പോയി 2 മിഠായി വെച്ച് വീട്ടിൽ പോകാന്ന് വെച്ച് അത് മേടിച്ച് ട്രൈ ചെയ്തപ്പോൾ അതും ഇഷ്ടമായില്ല. അങ്ങനെ കുറേ പൈസ പൊട്ടിച്ച് വളരെ കുറച്ച് ഫുഡ് മാത്രം ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ബോറ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങി. അടുത്ത സ്പോട്ട് എങ്ങോട്ടാണ് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ശരി, ബൈ.